കർത്താവായ യേശു ക്രിസ്തു ചെയ്യിച്ച ശുശ്രൂഷ, ആ ശുശ്രൂഷയെക്കുറിച്ച് നാം നോക്കുമ്പോൾ മത്തായി 10-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, അങ്ങനെ സുവിശേഷം ദൈവത്തിൻ്റെ രാജ്യം സമീപമായി എന്ന് പ്രസംഗിപ്പീനെന്ന് പറഞ്ഞു. ആ ശുശ്രൂഷയും മത്തായി 28-18 മുതൽ 20 ശുശ്രൂഷയും രണ്ടാണ്. മത്തായി 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷയും മത്തായി 28-18 മുതൽ 20 വരെയുള്ള 2 ശുശ്രൂഷയും രണ്ടാണ്. ഒന്ന്, ദൈവരാജ്യം സമീപമായിരിക്കുന്നു, ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും ഒരു ചലനം സൃഷ്ടിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. അതിനുശേഷം അതിനു മുൻപേ യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നാം ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുൻപേ യോഹന്നാൻ സ്നാപകൻ വന്നു, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ രണ്ടായിട്ട് അയച്ചു. അവർ പോയിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ കീഴടങ്ങുന്നെന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പണിയുടെ ആരംഭം മാത്രമായിരുന്നു. ഉദാഹരണമായി, നമ്മളൊരു കെട്ടിടം പണിയുവാനായി ഒരു സ്ഥലം വാങ്ങിയാൽ ആ അളന്ന് അതിൻ്റെ വാനമെല്ലാം തോണ്ടുന്നതിന് മുൻപേ കാടെല്ലാം വെട്ടിത്തെളിക്കാറുണ്ട്. കാടോ പുല്ലോ എല്ലാം വെട്ടിത്തെളിക്കാറുണ്ട്. അതുപോലെ മത്തായി 10-ാം അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്ന രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്തേക്ക് വന്നൊരു കാട് വെട്ടിത്തെളിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. എന്നാൽ മാളികമുറിയിൽ നിന്ന്, അത് കർത്താവ് പറഞ്ഞ കൽപ്പനയെ, മാളികമുറിയിൽ നിന്ന് ആരംഭിച്ച് ശുശ്രൂഷിച്ച വാനം തോണ്ടി അതിനുശേഷം അടിസ്ഥാന കല്ലിട്ട് കഴിഞ്ഞു. കല്ലുകളെ പറക്കി കർത്താവിൻ്റെ ആലയം ആകുന്ന തിരുസഭ പണിയണം. അതാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയുടെ പണി ആരംഭിക്കുന്നതിന് മുൻപേ അതായിരുന്നു നല്ലത്. എന്നാൽ ഇപ്പോൾ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം വീണ്ടും പുല്ലുവെട്ടുന്ന പണിയല്ല ആവശ്യം, രോഗികളെ സൗഖ്യമാക്കി പുല്ലുവെട്ടുന്ന പണിയല്ല ആവശ്യം, കല്ലുകളെ പറക്കി ഒരുക്കി യഹോവയുടെ ആലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് ഇപ്പോഴത്തെ ആവശ്യം. ദൈവസഭയുടെ ആരം മുതൽ യഹോവയുടെ കല്ല് പെറുക്കിയെടുത്ത് ആ കല്ലുകളെ ഒരുക്കി യഹോവയുടെ ആലയം. അതേ സമയത്ത് നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മൾ പ്രസംഗിക്കുന്ന വചനം യഥാർത്ഥമാണെന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾ സൗഖ്യമാകുകയും ചെയ്യുന്നുണ്ട്. അത് വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് ദൈവസഭയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനല്ല, വചനത്തെ ഉറപ്പിക്കുവാൻ. പിന്നെ രോഗികളായിരിക്കുന്നവർക്ക് ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കഷ്ടതയിലിരിക്കുന്നവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ആരെയും ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ ശ്രമത്തിൽ ആകരുത്. ദൈവസഭയിൽ ആയിരിക്കുന്നവരെ തമ്മിൽ സ്നേഹിക്കുകയും ഉപദേശിക്കുകയും, ആരെങ്കിലും രോഗികളായെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവർ പോയി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അത് വചനപ്രകാരമാണ് ദൈവമക്കളാൽ. എന്നാൽ ദൈവസഭയിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഈ ശാരീരികമായ ആകർഷണങ്ങൾ മുഖാന്തരം ജനങ്ങളെ കൊണ്ടുവരുവാൻ ദൈവവചനത്തിൽ എങ്ങും നമുക്ക് കാണുവാൻ കഴിയുകയില്ല, എങ്ങുമില്ല. എന്നാൽ ദൈവസഭയിൽ വന്നതിന് ശേഷം അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, കഷ്ടങ്ങളായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവർക്ക് കൃപയുണ്ടാകുവാൻ കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കുക. ഉദാഹരണമായി ഒരു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന നമ്മുടെ ഒരു വിരലിന് മുറിവേറ്റാൽ മറ്റേ വിരൽ വന്നതിന് സഹായിക്കുന്നത് പോലെ പരസ്പരം തമ്മിൽ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്തേ മതിയാകുകയുള്ളൂ. അത് പറയാതെ തന്നെ ഇപ്പോൾ ഈ വിരലിന് മുറിവുണ്ടെങ്കിൽ ഈ വിരല് ചോദിക്കേണ്ട വന്ന് എന്നെ സഹായിക്കണമെന്ന് മറ്റേ കൈയുടെ വിരൽ തന്നെത്താനെ വന്ന് അതിന് സഹായിക്കും.
മറ്റു വിരൽ തന്നെ സഹായിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ ശരീരമാകുന്ന സഭ നാം എല്ലാം ക്രിസ്തുവിൻ്റെ ശരീരം. കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ നാളെ ആ വിഷയത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരം